വീറ്റ് പൊറോട്ട തയ്യാറാക്കുന്നതിനായിട്ട് 3 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് അതിന് മധുരമൊന്നും ഉണ്ടാവത്തില്ല, ഒരു കളർ ചേഞ്ചും പൊറോട്ടയുടെ ഒരു ടെക്സ്ചർ കിട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 മുട്ടയാണ്. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ പാലോ തൈരോ യൂസ് ചെയ്യാം. ഞാനിവിടെ മുട്ടയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയെക്കാളും കുറച്ചുകൂടെ മയത്തിന് കുഴച്ചെടുക്കണം. പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി, ചൂടുവെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴക്കുന്നതാണ് നല്ലത്. നല്ല സോഫ്റ്റ് ആയി വരുന്നവരെ കുഴച്ചെടുക്കണം. അതുപോലെ പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലിട്ട് കുഴച്ചാലും മതി. ആദ്യം ഒന്ന് ഒട്ടിപ്പിടിച്ചാലും ഇതുപോലെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് 5 മിനിറ്റ് നല്ല പോലെ കുഴച്ചു കൊടുക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം. ചപ്പാത്തിയെക്കാളും കുറച്ചുകൂടി വലുപ്പത്തിന് ഉരുളകളായിട്ട് എടുത്താൽ മതി. ഈ ഒരു കണക്കിന് എടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ഉരുളകളും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ദേ ഇതുപോലെ ഒന്നിങ്ങനെ ആക്കിയിട്ട് കൈയുടെ അകത്തോട്ട് വെച്ചിട്ട് രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കണം. കുറച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗോതമ്പ് പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ടേബിൾ ടോപ്പിൽ അല്പം എണ്ണ ഒഴിച്ച് തയ്യാറാക്കി വെച്ച ഓരോ ഉരുളകളും പരത്തിയെടുക്കാം. എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് പരത്തിയാൽ മതി. ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കട്ട് ചെയ്താൽ എടുക്കും. ഇപ്പൊ ഇതുപോലെ ഒന്ന് വിട്ടുപോയാലും പ്രശ്നമില്ല, നല്ല പോലെ പരത്തിയാൽ മതി. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി വെച്ചത് നല്ല പോലെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ വിതറി കൊടുക്കാം. ആ ലെയറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഈ മാവിനെ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതിനെ ഉരുട്ടി കൊടുക്കാം. ഇത്രയും മതിയാവും. നമ്മുടെ പൊറോട്ടയ്ക്കുള്ള ഉരുള തയ്യാറായിട്ടുണ്ട്. ബാക്കി മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതിനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ലെയർ ഒന്നും പോവാതെ വളരെ സോഫ്റ്റ് ആയിട്ട് അല്പം എണ്ണയൊക്കെ തടവിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് പരത്തിയാൽ മതി, പ്രസ് ചെയ്ത് പിടിക്കരുത്. വളരെ നൈസായിട്ട് വേണം പരത്താൻ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പൊറോട്ട ചുടാനായിട്ട് ഒരു കല്ലടുപ്പിൽ വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. മേളിലായിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഉരുട്ടി വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യാനായിട്ടൊന്നും വെച്ചിട്ടില്ല, ഉടനെ തന്നെ ഞാൻ പരത്തി വെക്കുകയാണ്. വലിയ വ്യത്യാസമൊന്നും വരത്തില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ പൊറോട്ട ഒന്ന് അടിച്ചെടുക്കണം. 3 or 4 പൊറോട്ട വെച്ചിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ 3 പൊറോട്ട വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് കണ്ടോ, ലെയറെല്ലാം നല്ല പോലെ ഇളകി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടയുടെ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാ പൊറോട്ടയും നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കണം. അവിടെ നമ്മുടെ വീറ്റ് പൊറോട്ട തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല ലെയർ ആയിട്ടുണ്ട് എല്ലാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം. താങ്ക് യു.